ഡിജിറ്റൽ ഏജായ ഈ കാലഘട്ടത്തിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിൽ നല്ല രീതിയിൽ തന്നെ വികസനം ഉണ്ടായിട്ടുണ്ട്. പുതിയ അവസരങ്ങളും ഇന്നൊവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ കാര്യമായ ചാലഞ്ചസും ഇത് നേരിടുന്നുണ്ട്. പരമ്പരാഗത അനലോഗ് ബ്രോഡ്കാസ്റ്റിങ്ങിൽ നിന്ന് ഇന്ന് കാണുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മാറ്റം അതിൻ്റെ കോണ്ടൻറ്റിനും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും അതിന് ഉപയോഗിക്കുന്നതിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ യുഗത്തിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സ്കോപ്പും ചാലഞ്ചസുമാണ്. ആദ്യം നമുക്ക് സ്കോപ്പ് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. പണ്ട് നമുക്കറിയാം ട്രഡീഷണൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത് കേബിൾ ടി വിയും സാറ്റലൈറ്റ് നെറ്റ്വർക്ക്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ വീടുകളിലാണെങ്കിലും കേബിൾ ടി വി ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി എന്നിങ്ങനെ പറയാം. ഓവർ ദ ടോപ്പ് സർവീസസ് OTT സർവീസസ് വന്നതോടുകൂടി നമ്മുടെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഡിജിറ്റലി ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് വന്നു, ആമസോൺ പ്രൈം വീഡിയോ, ഡിസ്നി പ്ലസ്, യൂട്യൂബ്. ഇപ്പം യൂട്യൂബൊക്കെ എല്ലാവരും നോക്കുന്ന സംഭവമാണ്. ഇത് വന്നതോടുകൂടി എക്സ്പാൻഡഡ് ദ ഇൻഡസ്ട്രി, ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഇൻഡസ്ട്രി തന്നെ ഡെവലപ്പായി എന്ന് നമുക്ക് പറയാം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഗ്ലോബൽ ഓഡിയൻസിലേക്ക് ബ്രോഡ്കാസ്റ്റിംഗ് എത്തുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ ജപ്പാനിലെയും ചൈനീസിലും വീഡിയോസ് നമ്മൾ നോക്കാറുണ്ട്. അപ്പം ഈ ഒരു കോണ്ടൻറ്റ് എന്നുള്ളത് നാഷണൽ ബോർഡേഴ്സിനും അപ്പുറം ആക്സസിബിളാണ്. നമ്മുടെ വീഡിയോസ് ആണെങ്കിലും അവർക്കും നോക്കാൻ വേണ്ടി പറ്റും. യൂട്യൂബിൽ എല്ലാവരും കാണുന്നുള്ളതാണ്. അപ്പം നമുക്ക് പറയാം ഇതൊരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ട്രഡീഷണൽ ടി വിയിൽ സ്കെഡ്യൂൾഡ് പ്രോഗ്രാമിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 7 മണിക്ക് സീരിയൽ, 8 മണിക്ക് പിന്നെ ഒരു സീരിയൽ, 9 മണിക്ക് ഒരു റിയാലിറ്റി ഷോ, 10 മണിക്ക് ഫിലിംസ്, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അതെന്തായിട്ടുണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയതോടുകൂടി നമുക്ക് ഓൺ ഡിമാൻഡ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സംഭവം ഏത് സമയത്ത് വേണമെങ്കിലും നോക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലാണെങ്കിൽ മൂവീസും സീരിയൽസും സീരീസും ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഓൺ ദ ഡിമാൻഡ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നോക്കാം. സെയിം ടൈം നമുക്ക് യൂട്യൂബിലാണെങ്കിലും വ്ളോഗ്സ് കാണാം, അതിലും ഫിലിംസ് കാണാം, പ്രോഗ്രാംസ് കാണാം, റിയാലിറ്റി ഷോസൊക്കെ കാണാം. അപ്പം ഓൺ ദ ഡിമാൻഡ് ആക്സസ് ആണ്. ഏത് സമയത്ത് ഏത് കാണണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നുള്ളത്. പണ്ട് ട്രഡീഷണലി ഏത് സമയത്ത് ഏത് കാണണം എന്ന് ടി വിൻ്റെ ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. അപ്പം ഇതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ളത്. ദി സെക്കൻഡ് വൺ ഈസ് ഹൈ ഡെഫിനിഷൻ ആൻഡ് ഇൻറ്ററാക്റ്റീവ് കോണ്ടൻറ്റ്. ഇതിൽ ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് ഇപ്പം ഹൈ ഡെഫിനിഷൻ HD ക്വാളിറ്റിയിൽ നോക്കാൻ വേണ്ടി പറ്റും, 4Kയിൽ നോക്കാൻ വേണ്ടി പറ്റും, 8Kയിൽ നോക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇംപ്രൂവ്ഡ് പിക്ചർ ക്വാളിറ്റിയും സൗണ്ടിൻ്റെ ക്വാളിറ്റിയും ഇംപ്രൂവ് ആയതോടുകൂടി നമുക്ക് വ്യൂവേഴ്സിനൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഹൈ ഡെഫിനിഷനിൽ നോക്കുന്ന സമയത്ത് നമുക്കാണെങ്കിലും ആ ഒരു വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അഡീഷണലി ഇൻറ്ററാക്റ്റീവ് ഫീച്ചേഴ്സും ഇപ്പം വന്നിട്ടുണ്ട്. വീഡിയോ ഓൺ ഡിമാൻഡ്, ലൈവ് ചാറ്റിംഗ് ഡ്യൂറിങ് ബ്രോഡ്കാസ്റ്റ്, സെക്കൻഡ് സ്ക്രീൻ എക്സ്പീരിയൻസസ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് വീഡിയോ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് നമുക്ക് തോന്നുന്നുണ്ടോ നമ്മളെ ഡിമാൻഡിനനുസരിച്ചിട്ട് കോണ്ടൻറ്റ് അക്സസിബിൾ ആയിരിക്കും, നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ ലൈവ് ചാറ്റിംഗ് ഡ്യൂറിങ് ബ്രോഡ്കാസ്റ്റ്, ലൈവ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്കതിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ട്രഡീഷണലി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. ടെലിവിഷൻ TV പണ്ടത്തെ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സീരിയൽ നോക്കും, പക്ഷെ നമുക്കതിന് നമ്മുടെ ഒരു കോമൻറ്റ് പറയാനുള്ള ഒരു അവസരം നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നമുക്ക് നമ്മുടെ കോമൻറ്റ്സ് പറയാനുള്ള, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. സ്വാതന്ത്ര്യം എന്നല്ല, നമ്മുടെ അവസരങ്ങൾ അതിനുണ്ട്. ത്രൂ മൊബൈൽ ആപ്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയാസിലാണെങ്കിലും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ആൻഡ് ദ തേർഡ് വൺ ഈസ് പേഴ്സണലൈസ്ഡ് കോണ്ടൻറ്റ് ഡെലിവറി. ഇപ്പം AI കാലഘട്ടമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡാറ്റ അനലിറ്റിക്സിൻ്റെയും കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത് കൂടുതൽ പേഴ്സണലൈസ്ഡായി മാറിയിട്ടുണ്ട്, വ്യക്തിഗതമായി മാറിയിട്ടുണ്ട്. അതായത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് അൽഗോരിതം എന്നൊരു AI യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസും നമ്മുടെ ബിഹേവിയറും നമുക്കിഷ്ടപ്പെട്ട വീഡിയോസും ആൽഗോരിതം സ്റ്റോർ ചെയ്തിട്ട് വെക്കും. എന്നിട്ട് നമുക്ക്
ഒരു നോട്ടിഫിക്കേഷൻ തരും, റെക്കമെൻഡഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കൂടുതലും യൂട്യൂബിൽ ആ ഒരു വീഡിയോൻ്റെ റെക്കമെൻഡേഷൻസ് കിട്ടാറുണ്ട്. ഇപ്പം നമ്മൾ കൂടുതലായിട്ടും വ്ളോഗ്സ് നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് റെക്കമെൻഡഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് വ്ളോഗിൻ്റെ ഒരു വീഡിയോ തരും. ഇനി നമ്മൾ കൂടുതൽ ഫിലിം നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് റെക്കമെൻഡഡ് വീഡിയോ മറ്റൊരാൾ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് നമുക്കത് റെക്കമെൻഡഡ് ആയിട്ട് വരും. ദിസ് ഈസ് ബൈ ദ ഹെൽപ്പ് ഓഫ് അൽഗോറിതം. AI-ൻ്റെ ഹെൽപ്പിലോട് കൂടിയാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അതായത് അൽഗോരിതം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബിഹേവിയറും നമ്മളെ പ്രിഫറൻസ്, നമ്മൾ കൂടുതൽ നോക്കുന്നുള്ള വീഡിയോസിൻ്റെ ഡാറ്റ അത് സ്റ്റോർ ചെയ്തിട്ട് വെക്കും. എന്നിട്ട് അതുപോലുള്ള കോണ്ടൻറ്റ് മറ്റൊരാളിട്ടാൽ നമുക്കതിനെ പ്രിഫറൻസ് ആയിട്ട്, നമുക്കതിനെ നോട്ടിഫിക്കേഷനായിട്ട് റെക്കമെൻഡഡ് വീഡിയോ ആയിട്ട് തരും. ഇതാണ് പുതിയ പേഴ്സണലൈസ്ഡ് കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് വ്യൂവേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതൽ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ റെക്കമെൻഡഡ് വീഡിയോസ് നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ പിന്നെയും ആ ഒരു യൂട്യൂബിനോടുള്ള എൻഗേജ്മെൻറ്റ് കുറച്ച് കൂടും, ഇടപെടലുകൾ കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഇത് ബ്രോഡ്കാസ്റ്റേഴ്സിനും ഹെൽപ്ഫുള്ളാണ്. ലൈക്ക് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ ആർക്ക് ഏതൊക്കെ കോണ്ടൻറ്റാണോ വേണ്ടത് ആ ഒരു കോണ്ടൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ഏത് കോണ്ടൻറ്റാണോ ആർക്കൊക്കെയാണോ ഇഷ്ടമുള്ളത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇൻറ്റഗ്രേഷൻ ഓഫ് സോഷ്യൽ മീഡിയ. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റേഴ്സിന് അത്യാവശ്യമായൊരു ടൂളായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ലൈക്ക് ഇപ്പം ന്യൂസ് ചാനൽസിന് അവരുടെ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലായിരിക്കും. മെയിൻലി അവരെന്തെങ്കിലും ഫേസ്ബുക്കിലായിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് അതേസമയം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് അവർ പോൾസ് വെക്കുന്നുണ്ട്, പിന്നെ Q&A സെഷൻസ് വെക്കുന്നുണ്ട്, കോമൻറ്റ് സെഷൻസ് എന്നിവയൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ ഓഡിയൻസുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുമായി ഇൻറ്ററാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഈ ഒരു ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് ബ്രോഡ്കാസ്റ്റേഴ്സിന് തത്സമയം വ്യൂവേഴ്സിനോട് ഇടപഴകാൻ, അത് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് ടെലിവിഷനെ കൂടുതൽ ഇൻറ്ററാക്റ്റീവായിട്ടും കമ്മ്യൂണിറ്റി ഡ്രിവണുമായിട്ട് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നു. ദ ഫിഫ്ത്ത് വൺ ഈസ് മൾട്ടി ഡിവൈസ് accessibility. പണ്ടത്തെ ട്രഡീഷണൽ TV ബ്രോഡ്കാസ്റ്റിങ്ങിൽ നമുക്ക് പ്രോഗ്രാംസ് കാണാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ അത്യാവശ്യമായിരുന്നു. ടെലിവിഷൻ ഇല്ലാതെ നമുക്ക് അതിൻ്റെ പ്രോഗ്രാംസ് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ ഡിജിറ്റൽ എറയിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് കോണ്ടൻറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. ലൈക്ക് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, സ്മാർട്ട് TVs എക്സെട്ര. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി വ്യൂവേഴ്സിന് അവരുടെ ഫേവറേറ്റ് പ്രോഗ്രാം അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ സമയമോ ലൊക്കേഷനോ ഒന്നും തന്നെ ലിമിറ്റേഷൻ ആയിട്ടില്ല. ഏത് സമയത്തും ഏത് സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം കാണാൻ വേണ്ടി പറ്റും. ഒരു TVയുടെ മുമ്പിൽ തന്നെ എത്തണം എന്നില്ല. നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് ഏത് പ്രോഗ്രാംസും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ക്ലൗഡ് ബേസ്ഡ് സ്ട്രീമിംഗ് സർവീസസ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ടെലിവിഷൻ, IPTV ഇത് രണ്ടുമാണ് യൂസേഴ്സിന് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഡിവൈസിൽ നിന്നും കോണ്ടൻറ്റ് ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നത്. ഇതിലൂടെ ആക്സസിബിലിറ്റി കൂടുതൽ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. ഇനിയും നമുക്ക് പോയിൻറ്റ്സ് പറയാൻ വേണ്ടി പറ്റും. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു 5 points തന്നെ ഇനഫാണ്. Hope you understand. Thank you all. Bye.